പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അതിന്ന് പുനരാരംഭിക്കുകയാണ്. ഇന്നലെ ഭരണഘടനാ ദിനമായതുകൊണ്ട് തന്നെ സംയുക്ത സമ്മേളനമായിരുന്നു, മറ്റു നടപടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും പാർലമെന്റ് പുനരാരംഭിക്കുമ്പോൾ ഇരുസഭകളും പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുൻപിലുണ്ട്. സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് സിബിയോട് ചോദിച്ചറിയാം ഇന്നത്തെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണല്ലേ? മനു, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ്, കുറേ സമയം നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, PCR എന്ന് പറഞ്ഞു, സിബി ഓടിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു, തണുപ്പത്ത് നിന്നും അടുത്തു എന്ന് പറഞ്ഞിട്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറച്ച് വൈകിയത്. ഏതായാലും ഇനി അധികം നേരം തണുപ്പത്ത് നിൽക്കണ്ട. എന്താണ് ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് വരാം. 3 വാർത്തയുണ്ടല്ലോ. ആദ്യം പാർലമെന്റ് എടുക്കാം. പാർലമെന്റിൽ ഇന്ന് പ്രധാനമായും ഈ അദാനിയുടെ അഴിമതി, ഒപ്പം തന്നെ വയനാട് വിഷയം, സംഭാൽ പ്രശ്നങ്ങൾ, മണിപ്പൂർ, ഇതൊക്കെ തന്നെ ഇന്നും പ്രധാന ചർച്ചയായിട്ടില്ലേ? ഇന്നും ഇരുസഭകളും വലിയ തോതിൽ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും മനു, ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം എന്തായാലും ഇവിടെ ശീതകാലമാണെങ്കിലും വളരെ വലിയ ചൂട് പിടിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ്. പ്രത്യേകിച്ച് നമുക്കറിയാം അദാനി വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത്. ഇന്നലെ ഭരണഘടനാ ദിവസമായിരുന്നാൽ തന്നെ ഇന്നലെ വേറെ നടപടികളും ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസം പാർലമെൻറ്റ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ വളരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷം നടത്തിയത്. നിരവധി അടിയന്തര പ്രമേയ നോട്ടീസുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും എത്തി. ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ അദാനി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. റൂൾ 267 പ്രകാരം സഭ നിർത്തിവെച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയത്. അതുകൂടാതെ ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയ നോട്ടീസ് K. രാധാകൃഷ്ണൻ MP നൽകി. അതുകൂടാതെ മറ്റുള്ള പ്രതിപക്ഷ MPമാരും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂർ വിഷയം വളരെ വലിയ വിഷയം, അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ UP-യിലെ സംഭാലുണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ UP-യിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി അധ്യക്ഷ MPമാരടക്കമല്ല നിലയും ഇത്തരത്തിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. ദില്ലിയെ സംബന്ധിച്ച് ദില്ലിയിലെ വായു മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ കോൺഗ്രസ് MPമാർ അവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ഒരു ശീതകാല സമ്മേളനത്തെ സംബന്ധിച്ചുണ്ട്. ഇതെല്ലാം തന്നെയും കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയെങ്കിലും അദാനി വിഷയമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഈ അദാനി വിഷയത്തിൽ അന്ന് ഭരണപക്ഷം ഉയർത്തിയ ഒരു നിലപാടെന്ന് പറയുന്നത് ഈ സഭ ചേർന്ന ഉടൻ തന്നെ ആ സഭ പിരിയുന്ന 12 മണി വരെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 12 മണിക്ക് വീണ്ടും സഭ ചേർന്നപ്പോഴും ഈ വിഷയം ഉയർത്തിയപ്പോൾ രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ അടക്കം ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന് ഈ ഉപരാഷ്ട്രപതി അടക്കം എന്ന നിലയിൽ രാജ്യസഭാ ചെയർമാൻ അടക്കം അവിടെ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. പിന്നീട് നടുത്തരത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ഉടൻ തന്നെ സഭ ഇന്ന് വരെ ഇത്തരത്തിൽ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് വീണ്ടും പാർലമെൻറ്റ് ചേരുമ്പോൾ ഇരു സഭകളിലും ഈ അദാനി മോദി കൂട്ടുകെട്ടും ഈ അദാനി വിഷയത്തിൽ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നിരവധി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ 1-2 ബില്ലുകൾ കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് നിയമ ഭേദഗതി ബില്ലും അതുകൂടാതെ റെയിൽവേ ഭേദഗതി ബില്ല് എന്നിവയെല്ലാം നിലയും ലോക്സഭയിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി സർക്കാർ വേറെ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഇന്നും ഈ അദാനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാവുകയും ഉച്ചയ്ക്ക് മുൻപായി തന്നെ പിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത് മനു.